ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. മുഖ്യമന്ത്രിയുടെ മകനെതിരായ ED നോട്ടീസ് അടിസ്ഥാനമില്ലാത്തത് MA ബേബി. മുഖ്യമന്ത്രിയുടെ മകനെതിരായ ED നോട്ടീസ് ഒരു അടിസ്ഥാനവുമില്ലാത്ത നോട്ടീസെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. ED നോട്ടീസ് അയച്ച് പേടിപ്പിക്കുവാനാണ് നോക്കിയത്. ED BJP സർക്കാരിന്റെ എക്സ്റ്റൻഷൻ ഡിപ്പാർട്ട്മെന്റാണ്. വസ്തുതകളില്ലാത്ത നോട്ടീസാണിതെന്നും നോട്ടീസ് അയച്ചിട്ട് കുലുക്കമില്ലെന്ന് കണ്ടതോടെ പിന്നീട് EDക്ക് അനക്കമില്ലാതായെന്നും MA ബേബി പ്രതികരിച്ചു. ശബരിമല കൊള്ളയിൽ പാർട്ടിക്ക് ഒളിക്കുവാനൊന്നുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണ്. തെറ്റ് ചെയ്തത് ആരായാലും വെളിച്ചത്ത് കൊണ്ടുവരും. പാർട്ടിക്ക് ഇക്കാര്യത്തിൽ വേവലാതിയില്ല. ബീഹാറിൽ ഇടതു പാർട്ടികൾക്ക് സീറ്റ് കുറയില്ല. 29 സീറ്റുകളിൽ ഇടതു പാർട്ടികൾ മത്സരിക്കും. ഇക്കാര്യം തേജസ്വി യാദവ് ഉറപ്പു നൽകിയിട്ടുണ്ട്. മുന്നണിയിലെ പുതിയ പാർട്ടികൾക്ക് RJD സീറ്റ് വിട്ട് നൽകുമെന്നും MA ബേബി പറഞ്ഞു. ബീഹാറിൽ NDA സീറ്റ് ധാരണയായി. BJPയും JDUവും 101 സീറ്റുകളിൽ മത്സരിക്കും. ചിരാഗ് പസ്വാന്റെ LJPക്ക് 29 സീറ്റ് നൽകി. ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയും ഉപേന്ദ്ര കുശ്വാഹയുടെയും പാർട്ടിയും 6 സീറ്റുകളിൽ വീതം മത്സരിക്കും. 743 അംഗ നിയമസഭയാണ് ബീഹാറിലേത്. ചിരാഗ് പാസ്വാന്റെ LJP 40 മുതൽ 50 സീറ്റുകൾ വരെയാണ് മത്സരിക്കുവാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ 29 സീറ്റിനപ്പുറം നൽകാനാവില്ലെന്ന് BJP അറിയിക്കുകയായിരുന്നു. 15 സീറ്റുകൾ ആവശ്യപ്പെട്ട ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയാണ് 6 സീറ്റുകളിൽ ഒതുങ്ങിയത്. ഇത്തവണ തിരഞ്ഞെടുപ്പ് തന്ത്രം ഒരുക്കുവാൻ ധർമ്മേന്ദ്ര പ്രധാനെ നിയോഗിച്ചതിന് പിന്നിലും BJPക്ക് കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നടന്ന ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുവാൻ BJP നിയോഗിച്ചത് ധർമ്മേന്ദ്ര പ്രധാനെയായിരുന്നു. കടുത്ത സർക്കാർ വിരുദ്ധ തരംഗമുണ്ടായിട്ടും ഹരിയാനയിൽ BJPക്ക് തുടർഭരണം കിട്ടിയത് ഏവരെയും ഞെട്ടിച്ചിരുന്നു. മതിയായ സീറ്റുകൾ ലഭിച്ചില്ലെങ്കിൽ തനിച്ച് മത്സരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജിതൻ റാം മാഞ്ചിയുടെ HAM, RLM എന്നീ പാർട്ടികൾ ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. 15 സീറ്റുകൾ വേണം എന്നാണ് മാഞ്ചി ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ധർമ്മേന്ദ്ര പ്രധാൻ ഉൾപ്പെടെ നടത്തിയ ചർച്ചയിൽ അദ്ദേഹം നിലപാട് മയപ്പെടുത്തുകയായിരുന്നു. കോപ്പിറൈറ്റ് പ്രശ്നത്തിൽ ന്യായം ഇളയരാജയുടെ പക്ഷത്ത് M ജയചന്ദ്രൻ. റോയൽറ്റി വാങ്ങാതെ തന്റെ ഗാനങ്ങൾ സിനിമകളിൽ ഉപയോഗിക്കുന്നതിനെതിരെ പല ചിത്രങ്ങൾക്കും കോപ്പിറൈറ്റ് കേസ് കൊടുത്ത ഇളയരാജയുടെ പ്രവൃത്തി വളരെ നീതിയുക്തമാണെന്ന് സംഗീത സംവിധായകൻ M ജയചന്ദ്രൻ. പ്രൊഡക്ഷൻ കമ്പനിക്ക് നൽകിയില്ലെങ്കിൽ കൂടി ഒരു ഗാനത്തിന്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ അവകാശം അത് സൃഷ്ടിച്ച സംഗീതജ്ഞർക്കും രചയിതാക്കൾക്കും തന്നെയാണെന്നും M ജയചന്ദ്രൻ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. A.T. ഉമ്മറിനെ പോലുള്ള സംഗീത സംവിധായകരൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട്. ഈ റോയൽറ്റി സമ്പ്രദായം വളരെ പണ്ടേ പ്രാബല്യത്തിൽ വന്നിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെയും രവീന്ദ്രൻ മാസ്റ്റർ, ജോൺസൺ മാഷ് തുടങ്ങിയവരുടെയുമെല്ലാം ജീവിതം ഇതിലും എത്രയോ മെച്ചമായേനെ എന്നാലോചിക്കുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. M ജയചന്ദ്രൻ പറയുന്നു. അടുത്തിടെ തല അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രത്തിൽ ഇളയരാജയുടെ ഇളമൈ ഇതോ ഇതോ ഒത്തരൂപത്താരെ എന്നീ ഗാനങ്ങൾ അനുവാദമില്ലാതെ ഉപയോഗിച്ചതിനെതിരെ ഇളയരാജ നടപടി സ്വീകരിക്കുകയും ചിത്രം നെറ്റ്ഫ്ലിക്സിൽ നിന്നും താൽക്കാലികമായി പിൻവലിക്കേണ്ടി വരികയും ചെയ്തിരുന്നു. ഗായകർക്കൊക്കെ ഈ ഗാനങ്ങൾ വേദികളിൽ ആലപിക്കുന്നതിന് വളരെ വലിയ പ്രതിഫലം ലഭിക്കാറുണ്ട്. അതിന്റെ വളരെ ചെറിയൊരു പങ്ക്, അതായത് പ്രതിഫലം 1 ലക്ഷമാണെങ്കിൽ അതിലൊരു 1000 രൂപ അതിന്റെ സൃഷ്ടാക്കൾക്ക് റോയൽറ്റിയായി നൽകിക്കൂടെ? ഇളയരാജ സാറിന്റെ കാര്യത്തിൽ അതിന് കൂടുതൽ പ്രസക്തിയുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പല ആൽബങ്ങളും നിർമ്മിച്ചിരുന്നതും അദ്ദേഹമായിരുന്നു എന്നതാണ് M ജയചന്ദ്രൻ കൂട്ടിച്ചേർത്തു. അമേരിക്കയിൽ ബാറിൽ വെടിവെപ്പ്, 4 പേർ കൊല്ലപ്പെട്ടു. അമേരിക്കയിലെ തിരക്കേറിയ ബാറിലുണ്ടായ വെടിവെപ്പിൽ 4 പേർ കൊല്ലപ്പെട്ടു. തെക്കൻ അമേരിക്കൻ സംസ്ഥാനമായ സൌത്ത് കരോലിനയിലെ സെന്റ് ഹെലിന ദ്വീപിലെ ബാറിലാണ് വെടിവെപ്പുണ്ടായത്. ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം. ആക്രമണത്തിൽ 20 പേർക്ക് പരിക്കേറ്റു. 4 പേർ ഗുരുതരാവസ്ഥയിലെന്ന് പോലീസ് വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വെടിവയ്പിൽ നിന്നും രക്ഷപ്പെടുവാനായി പലരും പല വഴിക്ക് ചിതറിയോടുകയായിരുന്നു. നിരവധി പേർ പ്രാണരക്ഷാർത്ഥം തൊട്ടടുത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഓടിക്കയറുകയാണുണ്ടായത്. വെടിവയ്പിൽ കൊല്ലപ്പെട്ടവരുടെ പേര് വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അക്രമിയെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. തിരുവനന്തപുരം വഞ്ചിയൂരിൽ ആഡംബരക്കാരുടെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ മകനെ കമ്പിപ്പാര കൊണ്ട് തലക്കടിച്ച സംഭവത്തിൽ അച്ഛൻ പിടിയിൽ. വഞ്ചിയൂർ സ്വദേശി വിനോദാണ് പിടിയിലായത്. സംഭവത്തിന് ശേഷം കഴിഞ്ഞ 3 ദിവസമായി ഇയാൾ ഒളിവിലായിരുന്നു. വഞ്ചിയൂർ പോലീസാണ് ഇയാളെ പിടികൂടിയത്.
കഴിഞ്ഞ 10-ാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. ആഡംബര കാർ വേണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. ആഡംബര കാർ വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ തർക്കം പതിവായിരുന്നു. ഇത്തരത്തിൽ ഇരുവരും തമ്മിലുള്ള വാക്കുതർക്കത്തിനിടെയാണ് മകൻ അച്ഛനെ ആക്രമിച്ചത്. തുടർന്ന് പ്രകോപിതനായ അച്ഛൻ കമ്പിപ്പാര ഉപയോഗിച്ച് മകനെ തിരിച്ചാക്രമിക്കുകയായിരുന്നു. മകൻ ഹൃത്വിക്കിന് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇയാൾ നിലവിൽ ചികിത്സയിലാണ്. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. തെരുവ് നായയുടെ ആക്രമണം. 3.5 വയസ്സുകാരിയുടെ ചെവിക്ക് ഗുരുതര പരിക്ക്, പേവിഷബാധ സംശയം. എറണാകുളം വടക്കൻ പറവൂരിൽ 3.5 വയസ്സുള്ള കുഞ്ഞിന് നേരെ തെരുവ് നായയുടെ ആക്രമണം. കളിച്ചുകൊണ്ടിരുന്ന നിഹാര എന്ന കുട്ടിയുടെ ചെവിയിൽ തെരുവ് നായ കടിക്കുകയും കുട്ടിയെ മറിച്ചിടുകയും ചെയ്യുകയായിരുന്നു. ആക്രമണത്തിൽ കുട്ടിയുടെ ഏകദേശം 1 ഇഞ്ചോളം ചെവിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ഭാഗികമായി അടർന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. 3 തെരുവ് നായകൾ കൂട്ടമായി ചാടിയെത്തിയതിൽ ഒരെണ്ണമാണ് കുട്ടിയെ ആക്രമിച്ചത്. ഉടൻ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. എങ്കിലും പ്രാഥമിക ചികിത്സകൾക്ക് ശേഷം കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കായി കുട്ടിയെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് മാറ്റി. ചെവിയിൽ ഗുരുതരമായി പരിക്കേറ്റ കുട്ടിക്ക് പേവിഷബാധ പ്രതിരോധത്തിനായി 5 ഇഞ്ചക്ഷനുകൾ നൽകിയിട്ടുണ്ട്. നിലവിൽ കുട്ടിയെ പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ചികിത്സ പുരോഗമിക്കുകയാണ്. ആക്രമണത്തിനു പിന്നാലെ നായയെ ചത്ത നിലയിൽ കണ്ടെത്തിയതോടെ പേവിഷബാധ സംശയം ശക്തമായി. നായയുടെ ശരീരം പരിശോധനയ്ക്കായി അയക്കുമെന്ന് മെഡിക്കൽ അധികൃതർ അറിയിച്ചു. കരൂർ ദുരന്തം. സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ ടിവികെയെ വിമർശിച്ച് ഡിഎംകെ. കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾ സുപ്രീംകോടതിയിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകിയതിന് പിന്നിൽ ടിവികെയാണെന്ന് ഡിഎംകെയുടെ ആരോപണം. ഹർജികൾ കബളിപ്പിച്ചും പണം നൽകിയും തയ്യാറാക്കിയതാണ് എന്നാണ് ആരോപണം. മരണത്തിൽ നിന്നും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുവാൻ ടിവികെ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നതായും ഡിഎംകെ വിമർശിച്ചു. നേരായ വഴിയിൽ അല്ല ടിവികെ അവരുടെ ഹർജികൾ കോടതിയിൽ എത്തിച്ചതെന്ന് ഉദാഹരണ സഹിതം സ്ഥാപിക്കുവാൻ ശ്രമിക്കുകയാണ് ഡിഎംകെ. ദുരന്തത്തിൽ മരിച്ച പനീർ സെൽവത്തിന്റെ അച്ഛൻ സുപ്രീംകോടതിയിൽ ഹർജി നൽകിയിരുന്നു. എന്നാൽ ഇയാൾ വർഷങ്ങൾക്ക് മുൻപ് ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ചു പോയതാണെന്നും ടിവിക്ക് പണം നൽകി ഇയാളിൽ നിന്നും ഹർജി വാങ്ങിയതാണ് എന്നും ഡിഎംകെ സംഘടനാ ജനറൽ സെക്രട്ടറി RS ഭാരതിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. അപകടത്തിൽ ഭാര്യയെ നഷ്ടമായ സെൽവരാജിനെ AIADMK നേതാവ് കബളിപ്പിച്ച് ഹർജിയിൽ ഒപ്പിടിപ്പിച്ചു. ഇതിനൊക്കെ ബിജെപിയുടെയും AIADMKയുടെയും സഹായം ടിവികെയ്ക്ക് കിട്ടി. ഒരു പടി കൂടി കടന്ന് ടിവികെ ബിജെപിയുടെയും AIADMKയുടെയും പിന്നിൽ ഒളിച്ചിരിക്കുകയാണെന്നും ഡിഎംകെ വിമർശിക്കുന്നു. മരണത്തിൽ നിന്നും ലാഭം കൊയ്യുവാൻ ശ്രമിക്കുന്നവരെ ജനങ്ങൾ തിരിച്ചറിയുമെന്നും കുറിപ്പിലുണ്ട്. ടിവികെ NDA സഖ്യത്തോട് അടുക്കുന്നു എന്ന ചർച്ചകൾ സജീവമായതിന് പിന്നാലെയാണ് 3 പാർട്ടികളെയും വിമർശിച്ചുള്ള ഡിഎംകെയുടെ പ്രതികരണം. സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ സർക്കാരിനും സുപ്രീംകോടതിയിൽ നിന്ന് നിരവധി ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വന്നിരുന്നു. കേസിൽ നാളെ വിധി പറയും. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.